പിന്നെ എന്തായാലും ഇങ്ങനെ സംഭവിച്ചത് ഇവള് നിമിത്തമാണ്. ഈ ഭാര്യ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചെറുക്കൻ ഇങ്ങനെ സമനില തെറ്റി പോയിട്ടുള്ളത്. അതെന്ത് മരുന്നുകൾ ഉപയോഗിക്കുന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കടബാധ്യതയാണോ അതുകൊണ്ടാണോ ഇങ്ങനെ മറ്റുള്ള മനുഷ്യരെ വിളിച്ചിരുത്തി വെച്ച് ഇങ്ങനെ കാശ് കൊടുക്കാൻ സമയം കൊണ്ട് ഇങ്ങനെ ചെയ്താണോ എന്നൊക്കെ മറ്റുള്ളവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ചില വിഹിത ബന്ധങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പയ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെൺകുട്ടിക്ക് വാർത്ത വരുന്നുണ്ട്. പെൺകുട്ടിക്ക് ഉണ്ടെന്നാ പറയുന്നേ. അല്ലെ പിന്നെ ആലപ്പുഴയെന്നും പിന്നെ റാന്നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. വന്ന ആമ്പിളാർ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ വന്നെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പൊ അവരുടെ കയ്യിലും തെറ്റ് കാണും. അവര് നല്ലവരാണെന്ന് ഞാൻ പറയല്ല. അവന്മാരെ സ്റ്റാപ്പിളർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാതെ ഇവര് രണ്ടുപേരും ഇത് ചെയ്യത്തുമില്ല. അല്ല ചുമ്മാ ഒരാൾ ഒരു വീട്ടിൽ കയറി വരത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും വീട്ടിൽ വിഷയങ്ങൾ ഉണ്ടായി കാണും. ഉണ്ടായപ്പം എന്തെങ്കിലും ഒരു പൈസ കൊടുക്കാത്തതിന്റെയോ എന്തെങ്കിലും ഇതായി കാണുമ്പോ അവരങ്ങനെ ചെയ്തതായിരിക്കാം. അതിനിയും ഈ പ്രതികളോട് ചോദിച്ചാലല്ലേ അവര് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കത്തുള്ളൂ. അല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് കഥയില്ല. കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ? കുഞ്ഞുങ്ങളിപ്പോ എന്തോ ചെയ്യാനാ? അതുങ്ങളെ അവരെ ബന്ധുക്കാർ വല്ലവരും വളർത്തുമായിരിക്കും. അല്ല എന്തോ ചെയ്യാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ആരും അയലൊക്കാരും നോക്കാനില്ല. അവരുടെ ബന്ധുക്കാരും ഈ സ്ഥലത്തുള്ളവരല്ല. അവർ ഇച്ചിരി ദൂരെ നിന്ന് വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാ. അവരമ്മയുള്ള കാലത്തെ അയൽവാസികളുമായിട്ട് അയൽപ്പക്കാരുമായിട്ടൊന്നും ഒരു സഹകരണം ഉള്ളവരല്ല. അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാ.